പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സത്യത്തെ ലോകത്തേക്ക് പഠിപ്പിക്കാൻ വന്നപ്പോ അവരുടെ പ്രതിയോഗികളും പറഞ്ഞത് ഇതേ വാക്ക് തന്നെ. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഇവിടെ ഞങ്ങൾ മാറ്റും, ഒന്നുകിൽ ഇങ്ങോട്ട് മടങ്ങി വാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിച്ചുവിടുന്നു. പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ഓടിച്ചുവിടുന്നു. അടുത്ത പ്രവാചകനെ വിളിച്ചു. قال الملأ الذين استكبروا من قومه لنخرجنكم يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. ഒരു വിഭാഗം അഹങ്കാരികളും ഒരു വിഭാഗം ഫാസിസ്റ്റുകളും ഒരു വിഭാഗം നാസിസ്റ്റുകളും ഒരു വിഭാഗം തെമ്മാടികളും അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾബലത്തിന്റെയും പേരിൽ ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ നോക്കിയിട്ട് പറയുകയാണ്, യാ ശുഐബ്, ശുഐബേ വല്ലദീന ആമനൂ മഅക, നിന്നെയും നിന്നോടൊപ്പമുള്ള മുസ്ലിമീങ്ങളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ പൗരത്വമില്ലാത്തതിന്റെ പേരിൽ പുറത്താക്കുക തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വരണമേ. അവരും പറഞ്ഞത് തന്നെയാണ്. ലൂത്ത് നബി قالوا لئن لم تنته يا لوط لتكونن من المخرجين. ലൂത്തേ, നിന്റെ ഈ പണി നീ നിർത്തിയില്ല എങ്കിൽ നിന്റെ പൗരത്വം എടുത്തു കളഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും പറഞ്ഞ വാക്ക് തന്നെയാണ്. തീർന്നില്ല, എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. സമയായോ? ഒന്നര മണിക്കൂറോളം ആയി. അപ്പൊ നിർത്താന്ന അർത്ഥം അല്ലേ? ബാക്കി ആളെ പറയാൻ പ്രശ്നം കൈ കൊണ്ടെല്ലാരും കാണിക്കും. പോലീസ് വരുമ്പോ കൈ കാണിക്കാൻ ആരും കാണൂല. അനമാഫി മുഷ്കിൽ, എനിക്ക് ഇല്ല, ചൂടൊന്നും കൂടില്ല. കറക്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിപ്പോ വിചാരിക്കാം, ഇപ്പൊ എല്ലാവരും വിചാരിക്കാൻ, ഓ ഇത് ഇങ്ങനെയൊക്കെയാ സംഭവമില്ലേ, എന്നാ പിന്നെ നമ്മുടെ കാര്യമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നബീന റസൂലുള്ളാഹി, നമ്മുടെ ഹബീബ് നബിയുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല നബിതങ്ങളുടെ കൊച്ചാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നബിതങ്ങളുടെ വാപ്പാടെ വഫാത്തിന് ശേഷം സംരക്ഷിച്ചത്. അങ്ങനെ സംരക്ഷിച്ചിട്ട് കൊണ്ടുവന്ന് മക്ക മുശ്രിക്കീങ്ങൾ രഹസ്യമായിട്ടൊരു തീരുമാനമെടുത്തു. രഹസ്യമായിട്ട് പാതിരാത്രി തീരുമാനമെടുക്കാൻ, അങ്ങനെയാണല്ലോ പാതിരാത്രി പെട്ടെന്ന് തീരുമാനമെടുത്ത് ഒപ്പിട്ട് മേടിച്ച് കബൂലാക്കിച്ചത്. ഇതെല്ലാം പോലെ തന്നെ സംഭവിച്ചത്. തീരുമാനം എടുത്തിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ ഇവിടുന്ന് ഓടിക്കണം, അയാൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കരുത്, അടിച്ചു വിടണം എന്ന് പറഞ്ഞു. എന്നാലും സ്വന്തം കൊച്ചാപ്പല്ലേ, എങ്ങനെ സഹിക്കുക? എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനല്ലേ പഠിച്ചവനെ, എങ്ങനെയാണ് അവനെ ഓടിക്കുക? ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നീ അറിഞ്ഞോ സംഭവം? അറിഞ്ഞു. അതാണ് രസം. കൊച്ചാപ്പ പറയാൻ വന്ന അറിഞ്ഞോന്ന് സംഭവം. കൊച്ചാപ്പ വന്ന് പറയുന്നതിന് മുമ്പേ അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് സംഭവം. അറിഞ്ഞു. എന്താ? ഇവിടെ ഓടിക്കാൻ പോവാണ്. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. നമ്മുടെ ഈ ഗവൺമെന്റ് നമ്മളോട് എടുത്തിരിക്കുന്ന 3 നിലപാടാണ്. ഒന്ന്, രാജ്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണം, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റേഷൻ ജയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാർപ്പിക്കണം, ഇല്ലെങ്കിൽ തട്ടിക്കളയണം. ഈ 3 കാര്യങ്ങളാണ്. ഈ 3 എടുത്ത നിലപാട് നബിതങ്ങളുടെ മേലാണ്.
ഈ 3 നിലപാടും എടുത്ത് നബിതങ്ങൾക്കാണ്. മറ്റവരോടൊക്കെ പുറത്തു പോയിക്കോ അല്ലെങ്കിൽ തിരിച്ചു വന്നോന്ന് പറഞ്ഞത്. ഇത് പുറത്ത് വിടാൻ പറ്റിയില്ലെങ്കിൽ, ഓടിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ ജയിലിനകത്ത് ഇട്ട് ഇവരെ ഇടങ്ങേറാക്കണം എന്ന് തീരുമാനിച്ചു. ആരെ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ. വൈദ് യംകുറു ബികല്ലദീന കഫറൂ ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. الله تعالى برنواكم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മേലേക്ക് ഈ ആയത്തിറക്കുകയാണ്. വൈദ് യംകുറു ബികല്ലദീന കഫറൂ. അല്ലയോ ഹബീബേ, അല്ലയോ പ്രവാചകരേ, ഇസ്ലാമിന്റെ വിരോധികൾ ഇതാ ഗൂഢതന്ത്രം മെനയുകയാണ്. അവർ രഹസ്യ അജണ്ട ഉണ്ടാക്കുകയാണ്. എന്തിനാണെന്നറിയുമോ പ്രവാചകരേ? ഒന്ന് അങ്ങയെ തടവിൽ പാർപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ അങ്ങയെ കൊന്നു കളയാനാണ് അവരുടെ ലക്ഷ്യം. ഔ യുഖ്രിജൂക, ഇല്ലെങ്കിൽ പിറന്ന മണ്ണിൽ നിന്ന് അങ്ങയെ പുറത്താക്കാനാണ് അവരുടെ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ്. മൂത്താപ്പ കടന്നു വരികയാണ്, അബൂ താലിബ് കടന്നു വരികയാ. മകനേ, ഞങ്ങളുടെ സമുദായം നിനക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്, ഗൂഢതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് മകനേ. അത് നീ അറിഞ്ഞോ മകനേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഉപ്പാ, അത് ഞാൻ അറിഞ്ഞു ഉപ്പാ. ഉടനെ അബൂ താലിബ് ചോദിക്കുകയാണ്, ആരാണ് മകനെ നിനക്കറിയിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, അഖ്ബറനി റബ്ബി, എന്റെ റബ്ബ് എന്നെ അറിയിച്ചിരിക്കുകയാണ് ഉപ്പാ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ താലിബ് പറയുകയാണ്, എങ്കിൽ മകനെ അതിനുള്ള പരിഹാര മാർഗം നിന്റെ റബ്ബിനോട് നീ ചോദിച്ചു വാങ്ങണേ. എന്റെ റബ്ബ് അതിനുള്ള പരിഹാരം എനിക്ക് കാണിച്ചു തരുമുപ്പാ. അതുകൊണ്ട് ഞാൻ ഭയം നോടുകയില്ല. അല്ലാഹുവാണ് അതിന് എന്നോട് കൽപ്പിച്ചതെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. വയംകുറൂൻ, അവർ ഗൂഢതന്ത്രം മെനയുമ്പോൾ വയംകുറുല്ലാഹ്, ഏ ശത്രുക്കളെ, അല്ലാഹു നിങ്ങൾക്കെതിരെയും ഗൂഢതന്ത്രം മെനയുകയാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും വലിയ ഗൂഢതന്ത്രം മെനയുന്നവൻ, ഏറ്റവും വലിയ തന്ത്രജ്ഞാനി അല്ലാഹുവാണെന്ന കാര്യം മറക്കണ്ട. അവനാണ് പിറന്ന മണ്ണിൽ ജീവിക്കണോ അതല്ല അവിടെ നിന്ന് ആട്ടിയോടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടവൻ ആ പടച്ചവൻ തന്നെയാണ്. അതുകൊണ്ട് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. ആദ്യമായി ജിബ്രീൽ ഗാർ ഹിറായിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ഭയവിഹ്വലനായി ഖദീജ ബീവിയുടെ മുറിയിലേക്ക് ഓടി വരികയാണ്. ദസിറൂനി സമ്മിലൂനി യാ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ വളരെ വിഷമത്തോടെയാണ്, ടെൻഷൻ അടിച്ചാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അവിടെ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ്. വിശ്രമമെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറയുകയാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന
ജീവിക്കുന്ന ഏറ്റവും വലിയ ഒരു മുവഹിദായ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനോട് നമുക്ക് പോയൊന്ന് അന്വേഷിക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെയും കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിലേക്ക് പോവുകയാണ്. ആ പണ്ഡിതൻ നബി തങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഏ മുഹമ്മദേ, നിന്റെ നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും. പറഞ്ഞ ഒറ്റ വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. എന്റെ നാട്ടുകാരോ? അതേ, എന്റെ നാട്ടുകാർ, നിന്റെ നാട്ടുകാർ, നിന്റെ കൂടെ കിടക്കുന്നവർ, നിന്നെ സഹകരിക്കുന്നവർ, നിന്നെ സഹായിക്കുന്നവർ, നിന്റെ അയൽവക്കക്കാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കോ? അവരെന്നെ പുറത്താക്കോ? അതല്ലേ നമുക്ക്